അമ്മേ നാരായണ, ദേവി നാരായണ, സ്വാമിയെ ശരണമയ്യപ്പ. ചെറുക്കര കുളത്തുകോണം ചെറുവള്ളിപ്പണയിൽ ശ്രീ ബാലശാസ്ത്ര ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. ഈ ക്ഷേത്രവും അതിൻ്റെ അനുബന്ധ പൂജാകർമ്മങ്ങളും കാലങ്ങൾക്ക് മുമ്പ് തന്നെ രാജഭരണത്തിൻ്റെ ഭാഗമായി ഇവിടെ പൂർവികർ എത്തിച്ചേരുകയും ഇവിടെ കളരിയിൽ ചെറുവള്ളിക്കാവിൽ അമ്മ നിലകൊള്ളുന്ന ആ ഭൂമിയിലേക്ക് ആര്യങ്കാവിൽ നിന്നും പൂർവികർ ഇവിടെ എത്തിച്ചേരുകയാണ് ചെയ്തത്. അങ്ങനെ ആര്യങ്കാവിൽ ഭഗവാനെ, അയ്യപ്പനെ അല്ലെങ്കിൽ ആര്യങ്കാവ് ശാസ്താവിനെ ആരാധിച്ചിരുന്ന ആ പൂർവികർ ഇവിടെ വന്നപ്പോൾ അവരുടെ ഉപാസനമൂർത്തിയായ അയ്യപ്പനെയും ഇവിടെ ഉപാസിച്ചു പോകുന്നു. ഒപ്പം ഇവിടുത്തെ ചെറുവള്ളിക്കാവിൽ അമ്മയും ഉപാസിച്ചു പോകുന്നു. കാലാന്തരത്തിൽ ജീർണത സംഭവിക്കുകയും ഇവിടുത്തെ പൂജാവിധികളെല്ലാം നിന്നു പോവുകയും ഒരു ചെറിയൊരു യോഗീശ്വരാലയത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ പരിപാലിച്ചു പോകുന്ന സമ്പ്രദായം വന്നു. തുടർന്ന് പുതിയ തലമുറ അത് നവീകരിക്കുകയും ബാലശാസ്ത്ര ക്ഷേത്രം പണി കഴിപ്പിച്ച് അവിടെ പൂജാവിധികൾ ആരംഭിക്കുകയും അതിനുശേഷം ചെറുവള്ളിക്കാവിലമ്മയെ ഇവിടെ കളരിയിൽ കുടിയിരുത്തുകയും ചെയ്തു. ഇപ്പോൾ ബാലശാസ്താവും ചെറുവള്ളിക്കാവിലമ്മയും ഈ ദേശത്തിനാകെയും ഐശ്വര്യം നൽകി കുടികൊള്ളുന്നു. കുംഭമാസത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് ശ്രീ ബാലശാസ്താവിൻ്റെ തിരുനാൾ മഹോത്സവം. അതുപോലെ തന്നെ കുംഭമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ചെറുവള്ളിക്കാവിലമ്മയുടെ തിരുനാൾ മഹോത്സവം. ഈ വർഷം ആദ്യം ചെറുവള്ളിക്കാവിലമ്മയുടെ തിരുനാൾ മഹോത്സവം നടക്കുന്നു. 7 ദിവസത്തെ തോറ്റമ്പാട്ടോടുകൂടി ഇവിടുത്തെ തിരുനാൾ മഹോത്സവം മാർച്ച് 2-ന് പൂർത്തിയാവും. 7 ദിവസം വിശേഷ വഴിപാടുകൾ. ഇന്നത്തെ വിശേഷം തോറ്റമ്പാട്ടോടനുബന്ധിച്ച് തന്നെ തൃക്കല്യാണമാണ്. ആ തൃക്കല്യാണത്തിൽ ഭക്തജനങ്ങൾ നാനാദേശത്തു നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും വഴിപാടുകൾ സമർപ്പിക്കുകയും അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുകയും അവർക്കെല്ലാം ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ സാരി, സ്വർണം, മറ്റ് പട്ട് സാരികൾ, ഫ്രൂട്ട്സ്, ഫലമൂലാദികളെല്ലാം സമർപ്പിച്ച് ഭക്തജനങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. അതിനുശേഷം തുടർന്ന് എല്ലാവർക്കും വിഭവസമർത്ഥമായ ഒരു അന്നദാനം ഇവിടെ സജ്ജീകരിച്ചു. തൃക്കല്യാണ സദ്യ ഇവിടെ ഒരുക്കിയിരുന്നു. എല്ലാവരും അത് പങ്കാളികളായിട്ടുണ്ട്. ഇത് 7-ാം ദിവസം പാട്ടോടുകൂടി ചെറുവള്ളിക്കാവിലമ്മയുടെ തിരുനാൾ മഹോത്സവം അവസാനിക്കും. പൂർവികർ ചെറുക്കര തമ്പുരാട്ടിയെ ഉപാസിച്ചിരുന്നു. പൂർവികർ ചെറുക്കര തമ്പുരാട്ടിയുടെ പരിപാലകരായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കാലാന്തരത്തിൽ അത് മറ്റുള്ള ഇപ്പോൾ നിൽക്കുന്ന സമ്പ്രദായത്തിന് മാറുകയും പിന്നെ ഇവിടെ ഉപാസന നടത്തിക്കൊണ്ട് പോരുകയും ചെയ്യുന്നതിൻ്റെ ഓർമ്മ പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബാലശാസ്താവ് ഒരു വർഷത്തിലെ ബാലശാസ്താവിൻ്റെ ക്ഷേത്രത്തിലെ വരവ് വന്നതിൽ നിന്നുള്ള പിടിപ്പണവും ചെറുക്കര തമ്പുരാട്ടിക്ക് തിരുനാളിന് ധരിക്കുവാനുള്ള വസ്ത്രം, ഉടയാടകളും മറ്റു ഫലമൂലാദികളും എഴുന്നള്ളിച്ചുകൊണ്ട് ബാലശാസ്താവ് എഴുന്നള്ളിക്കുന്ന മുൻ പൂർവികർ ചെയ്ത ആ സ്മരണ പുതുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ബാലശാസ്താവ് ഇവിടെ നിന്നും ഭക്തജനങ്ങളോടൊപ്പം ശാസ്താവ് എഴുന്നള്ളി ചെറുക്കര തമ്പുരാട്ടിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് തിരിച്ചു വരുന്ന ഒരു ചടങ്ങാണുള്ളത്. അത് ഭരണി നാളിലാണ് പോകാറുള്ളത്. ഭരണി നാളിൽ ചെറുക്കര തമ്പുരാട്ടി കുളത്തുകോണത്ത്, ഈ ക്ഷേത്രത്തോട് ചേർന്ന് ഉള്ള കുളത്തുകോണത്ത് മാടന്തമ്പുരാൻ ഈ ദേശത്തിൻ്റെ ദേവനാണ്. അതുപോലെ ചെറുക്കര തമ്പുരാട്ടി നമ്മുടെ ദേശത്തിൻ്റെ തമ്പുരാട്ടിയാണ്. അപ്പോൾ ചെറുക്കര തമ്പുരാട്ടിയെ കുളത്തുകോണത്ത് ദേശത്തേക്ക് കുടിയിരുത്താൻ കൊണ്ടുവരുന്ന ചടങ്ങുണ്ട് ഭരണി നാളിൽ. അന്ന് ബാലശാസ്താവ് തമ്പുരാട്ടിയെ കൂടെ ഒരുമിച്ചാണ് ഈ കുളത്തുകോണം മാടന്തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ എഴുന്നള്ളുന്നത്. അടുത്ത ദിവസം കാർത്തികയ്ക്ക് തമ്പുരാട്ടിയെ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണുള്ളത്. അതാണ് ഈ ക്ഷേത്രവും ചെറുക്കര തമ്പുരാട്ടിയായിട്ടുള്ള ബന്ധം.
ഒരു അടി വണങ്ങിയേ ദൈവത്തിനു കഴുത്തിലുരകം കയ്യിൽ സദാശൂലവോ കല്യാണമാണ്. മുഹൂർത്തം ഇപ്പോൾ ആയിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ഭക്തി സമേതം പ്രാർത്ഥനയോടുകൂടി ഈ കർമ്മം മുഹൂർത്തത്തിലേക്ക് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. അപ്പോൾ വരിയായിട്ട് നിന്ന് അകത്താണ് ഭഗവതിയുള്ളത്. ചെറുളിക്കാവിലമ്മയും കൊടുങ്ങല്ലൂരമ്മയും ഇവിടെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഈ ധന്യമുഹൂർത്തത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി എല്ലാവരും നാമജപത്തോടുകൂടി ഈ മുഹൂർത്തത്തെ ധന്യമാക്കണം. അതിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. സംശരണം ഉമ്മേ നാരായണ, ദേവി നാരായണ. ഭക്തജനങ്ങൾ തൊഴുത് മുന്നോട്ട് പോയി നാഗരാജ ക്ഷേത്രം വഴി പുറത്തേക്ക് ഇറങ്ങുക. തൊഴുത് മുന്നോട്ട് പോയി നാഗരാജ ക്ഷേത്രം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുക.